ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ബാർലി കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഏറെ ഗുണമുള്ളതാണ് ഈ ബാർലി ഒരു അരക്കപ്പെടുത്ത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകണം. നല്ലവണ്ണം ഇങ്ങനെ കഴുകി ഒരു 2-3 പ്രാവശ്യം കഴുകാനുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പയിൽ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പം നല്ല വാർന്ന് വെള്ളമൊക്കെ ഉടനെ കുതിർക്കേ ചെയ്യരുത്, ഉടനെ തന്നെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി പോകും. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമാണ്, അല്ലാത്ത അലുമിനിയം പാത്രത്തിലും എടുക്കാവുന്നതാണ്. കഴുകിയത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് കഴുകിയത്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടെ നിന്ന് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴുകിയത് കാരണം കുറച്ച് അധിക സമയം കൂടി വേണം. അതുകൊണ്ട് മണവും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കട്ടെ. ഉണങ്ങിയ ജാറെടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തണുക്കാൻ വേണ്ടി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടിടാം. പേപ്പറിൽ തട്ടി വെച്ചിരുന്നു തണുക്കാൻ വേണ്ടി. മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. നല്ലവണ്ണം പൊടിയരുത്, ഒന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു തരിയോടുകൂടി നിർത്തി അടിക്കുക. ഇങ്ങനെ എടുക്കുക. കണ്ടോ. ഇനി ഇത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ മൂത്ത് വരുമ്പോൾ പച്ചമുളക്. അത് കഴിയുമ്പോൾ സവാള ഒരു വലിയ സവാളയുടെ നേരത്തെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ഒരുപാടധികം മൂപ്പിക്കേണ്ട, സവാള ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ബാർലി എത്രയാണോ എടുത്തത് അതേ അളവിൽ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, പിന്നെ പച്ചക്കറികൾ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് നിന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊക്കെയാണ്. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കാം, ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് 1 കപ്പ് വെള്ളം എടുത്ത് അതിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തണുത്ത പച്ച വെള്ളമാണ്, ചൂടുവെള്ളമല്ല. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇനി വെള്ളമേ ഉള്ളൂ. അപ്പം ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഫ്ലെയിമും കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം ഇതിൽ തന്നെ കിടന്ന് വെന്തോളും. ഇളക്കി കൊടുക്കാം നമുക്ക്. നല്ല ഉപ്പുമാവാണ്. ഇനി അടച്ചു വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് നോക്കാം. നല്ല ഉപ്പുമാവായിട്ടുണ്ട്.
അപ്പോൾ ലോ ഫ്ലെയിമിൽ മൊത്തം 10 മിനിറ്റാണ് കിടന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ബർണർ പലതും പല ബർണറിനനുസരിച്ചിരിക്കും. ഇത് പല ബർണറിലും പല ചൂടാണ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അടിപൊളി ഉപ്പുമാവാണ് ഉണ്ടാക്കി കാണിച്ചത്. കണ്ടോ, എല്ലാം വെന്തിട്ടുണ്ട്. തീരെ പൊടിയാതിരിക്കരുത്. പൊടിഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇതുപോലെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കണ്ടോ, ബാർലി ഉപ്പുമാവ് അടിപൊളിയാണ്, ഏറെ ഗുണമുള്ളതുമാണ്. നിങ്ങളും ഇത് കണ്ടിട്ട് ഉടനെ ഉണ്ടാക്കി നോക്കുക. തേങ്ങ ഇടാതിരിക്കരുത്, തേങ്ങ ഇടണം. തേങ്ങയും ഉള്ളിയും തേങ്ങയും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇടാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിൽ ഇഞ്ചി ഇട്ടില്ല, പക്ഷേ ഇഞ്ചിയും കൂടെ ഇടാവുന്നതാണ്. പച്ചക്കറികൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. കണ്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഗുഡ് ബൈ.